ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ അപ്പച്ചനും അമ്മച്ചൊക്കെ വന്നേക്കണ കാരണം കൊണ്ടിട്ടാണ് ഞാൻ ഇത്ര നേരത്തെ എഴുന്നേൽക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു 7 മണി 7:30 ആകുമ്പോഴാണ് കേട്ടോ എഴുന്നേൽക്കാറ്. ചില സമയം ഒരു 6:30 ആകുമ്പോൾ എഴുന്നേൽക്കും. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും അമ്മച്ചി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂലപ്പവും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറി ആയിരുന്നു കേട്ടോ. എനിക്കെപ്പോഴും നൂലപ്പം ഉണ്ടാക്കുമ്പോൾ ഗ്രീൻ പീസ് കറി കോമ്പിനേഷൻ കൂട്ടാനാണ് കേട്ടോ ഇഷ്ടം. ചില സമയം ഈ നൂലപ്പം ഉണ്ടാക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടാറുണ്ട്. പക്ഷേ ചില സമയം ഭയങ്കര ടാസ്ക് ആയിരിക്കും കേട്ടോ ഈ ഒരു സംഭവം തിരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം 2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷേ പിന്നീട് ആക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ടൈറ്റായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മച്ചിയും കൂടി ഇങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടാണ് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അതിൻ്റെ ഇടയിൽ ഗ്രീൻ പീസും അതുപോലെ തന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു കറിയായിരുന്നു കേട്ടോ. തേങ്ങ അരച്ച് വെച്ച കറിയായിരുന്നു. നെക്സ്റ്റ് ടൈം ഞാൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുമ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. കാരണം ഞാൻ ഉണ്ടാക്കുന്നതിൽ ഉദയേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറി എന്ന് പറയുന്നത് ഗ്രീൻ പീസ് കേട്ടോ. അതായത് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കടലക്കറി, ഗ്രീൻ പീസ് കറി, മുട്ടക്കറി അങ്ങനെയൊക്കെ വെക്കുമല്ലോ. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗ്രീൻ പീസാണേ. പിന്നെ ഇപ്പോഴാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന കേട്ടോ ഉണ്ടാക്കാനായിട്ട്. കല്യാണം കഴിഞ്ഞ സമയത്തൊന്നും ഈ പറഞ്ഞ ഒരു ഐറ്റവും എനിക്ക് അറിയില്ലായിരുന്നു. എല്ലാം തട്ടിക്കൂട്ട് സാധനങ്ങളായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെയും അറിയാവുന്നത് ബേസിക്കായിട്ട് ചിക്കൻ കറി മാത്രമായിരുന്നു കേട്ടോ. അതും ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ റോസ്റ്റ് പോലെ നമ്മൾ ഉണ്ടാക്കില്ലേ, അതാണ് എനിക്കറിയാവുന്നത് മെയിനായിട്ട്. അല്ലാതെ നമ്മൾ പച്ചയ്ക്ക് ഇങ്ങനെ എന്താ പറയുക ഫ്രൈ ചെയ്യാതെ വെക്കുന്ന കറി അങ്ങനെ ഇതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇപ്പോഴാണ് ഏകദേശം കുറച്ച് കാര്യങ്ങളെല്ലാം പഠിച്ച് വന്നേക്കുന്നത്. ഇപ്പം സമയം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ 6:30 ആയിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല തണുപ്പുണ്ട് ചെറുതായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രൻചേട്ടൻ ചെറുതായിട്ട് മാഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും നോക്കിക്കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ്റെ പകുതി ഭാഗം ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നു, പകുതി ഭാഗം ഇങ്ങനെ ഇരുട്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രില്ല് സംഭവം കിടക്കുന്ന കാരണം കൊണ്ട് എനിക്ക് സൂം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിലാരെങ്കിലും വരുമ്പോഴാണ് കേട്ടോ എനിക്കിതുപോലെ ഇങ്ങനെ നേരത്തെ എഴുന്നേൽക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇതിലും നേരത്തെയൊക്കെ എഴുന്നേൽക്കാറുണ്ട് കേട്ടോ. അന്നൊന്നും അങ്ങനെ ഉറക്കം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ല. ഓഫ് ഡേയിലൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു കാര്യം, ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ പറഞ്ഞ കിച്ചൺ പണിയൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഹോസ്റ്റലിൽ നിന്നായിരുന്നു നമ്മൾ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടിട്ട് തന്നെ നമ്മുടേതായിട്ടുള്ള പണികൾ മാത്രം ചെയ്തിട്ട് പിന്നെ നേരെ ഫുഡ് കഴിച്ചിട്ട് പോവുക, അതായിരുന്നു എൻ്റെ ഒരു ടൈം ടേബിൾ. ആ ഒരു പണി ഇപ്പം എന്തായാലും നടക്കത്തില്ലല്ലോ. ഇവിടുത്തെ കാര്യങ്ങൾ എന്തായാലും വീട്ടിലെ പണികളെല്ലാം തീർത്തിട്ടാണ് ഇനി ജോലിക്ക് പോകണമെന്ന് വെച്ചാലും പറ്റുള്ളൂ. കല്യാണം കഴിക്കാൻ പോകുന്നവരും കല്യാണം കഴിച്ചവരും ഇപ്പം ന്യൂലി മാരീഡ് ആയിട്ടുള്ളവരൊക്കെ ബേസിക്കായിട്ടുള്ള കുറച്ച് പണികളെല്ലാം പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം നമുക്ക് സെൽഫായിട്ട് എന്തെങ്കിലും ചെയ്യാനറിയണം. ചെറിയൊരു മുട്ടക്കറി ആണെങ്കിലും ചെറിയൊരു ചമ്മന്തിയൊക്കെ ആണെങ്കിലും അരയ്ക്കാൻ അറിയുന്നത് നല്ലതായിരിക്കും. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. മാത്രമല്ല പിന്നെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ എന്തും സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പീസ് എല്ലാം കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കി പഠിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കറികളും കാര്യങ്ങളൊക്കെ വെക്കണം എന്നാണെങ്കിൽ ആദ്യം തന്നെ വീട്ടിലോട്ട് വിളിച്ച് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ യൂട്യൂബൊക്കെ ഉണ്ടല്ലോ, യൂട്യൂബിലും കുറേ സെർച്ച് ചെയ്തിട്ട് അവസാനം എൻ്റേതായിട്ടുള്ളൊരു റെസിപ്പി തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കും കേട്ടോ. പക്ഷേ അതെങ്ങനെയോ സക്സസ് ആവാറുണ്ട് എന്നാണ് ഉദയേട്ടൻ്റെ വാദം. പക്ഷെ പണ്ടത്തേനേക്കാട്ടി ഞാൻ കുറേയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറേയൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഒരു കോൺഫിഡൻ്റ് ആവുമല്ലോ. ആ രീതിക്ക് പിന്നെ കുറേയൊക്കെ പഠിച്ച് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയിൽ നമ്മൾ ലഞ്ചിനുള്ള പ്രിപ്പറേഷനും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ തലേ ദിവസം മീൻകറിയും അതുപോലെ തന്നെ മീൻ വറുത്തതും അതുപോലെ തന്നെ തോരനുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ രാവിലെ തന്നെ റെഡിയാക്കി കേട്ടോ. ഏകദേശം ഒരു 8:30 ആയപ്പോഴേക്കും, 8:30 അതിക്ക് മുന്നേ തന്നെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ കുളിക്കാനൊക്കെ പോയിരുന്നു. അപ്പോൾ ബാക്കി പണികളെല്ലാം അമ്മച്ചിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇടയിൽ ഞാൻ തുണി വിരിക്കാനും ചെടി നനയ്ക്കാനൊക്കെ പോയത് കൊണ്ടിട്ടാണ് കേട്ടോ ഇടയ്ക്കുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതൊന്നും കാണിച്ചു തരാൻ പറ്റാതിരുന്നത്.
പിന്നെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിത് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വളരെ ഈസി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു ലിങ്ക് ഞാൻ കമൻറ്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ. അതൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം വീട്ടിൽ നിന്ന് ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. എനിക്ക് പഴുത്ത ചക്കേനെക്കാട്ടി കൂടുതൽ ഇഷ്ടം പച്ചച്ചക്കയാണ്. പച്ചച്ചക്ക ഇങ്ങനെ കടുകൊക്കെ പൊടിച്ച് മുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ അവിടെ ഒലത്തി കഴിക്കാമെന്ന് പറയും. ആ ഒരു ചക്കയാണ് കേട്ടോ എനിക്കിഷ്ടം. പിന്നെ വെറുതെ പച്ചച്ചക്ക തിന്നാനും ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഹെയറിൻ്റെ ആ ഒരു ചേഞ്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ. ആ ഒരു ഹെയർ മാസ്ക് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഹെയറിൻ്റെ ഫ്രിസിനെസ്സും അതുപോലെ തന്നെ ഹെയർ സ്മൂത്തായിട്ട് കിടക്കാനും വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ മാസ്കാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് അമ്മച്ചിയാണെങ്കിൽ ഞാൻ വൈകുന്നേരത്തെയും കുളിയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ അമ്മയാണെങ്കിൽ ചക്കയൊക്കെ ഇതുപോലെ ഉലത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാനിങ്ങനെ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ആൻറ്റി ഉണ്ടാക്കി തന്ന കഥയൊക്കെയാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ചക്ക സീസൺ ആകുമ്പോൾ ആൻറ്റിക്ക് ഇത് തന്നെയാണ് പരിപാടി. ആൻറ്റിക്ക് മാത്രമല്ല, ഞങ്ങളും ആൻറ്റിയുടെ കൂടെ കൂടാറുണ്ട് കേട്ടോ. ഇതുപോലെ ചക്ക ഇടാനും ചക്ക പറിക്കാനും അരിഞ്ഞെടുക്കാനൊക്കെ ഞങ്ങളിങ്ങനെ ഈ ഒരു 2:30-3 മണിക്കൊക്കെ ഞങ്ങളുടെ പരിപാടി അതാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു നൊസ്റ്റുമാണ് ഈ ചക്ക വെട്ടുന്ന കാര്യം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. Bye bye.